കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗം ദില്ലിയിൽ പുരോഗമിക്കുന്നു. മല്ലികാർജ്ജുന ഖാർഗെയുടെ അധ്യക്ഷതയിലാണ് യോഗം. സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി അടക്കമുള്ള നേതാക്കൾ പങ്കെടുക്കുന്നുണ്ട്. യുവാക്കളുടെ ഭാവിക്കായി ശബ്ദമുയർത്തേണ്ടതുണ്ട് എന്ന് ഖാർഗെ യോഗത്തിൽ പറഞ്ഞു. KPCC പ്രസിഡന്റുമായി ബന്ധപ്പെട്ട ചർച്ചകളും ദില്ലി കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ട്. KC വേണുഗോപാലും VD സതീശനും കൂടിക്കാഴ്ച നടത്തി. KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ആർക്കും അയോഗ്യതയില്ല എന്നും ചർച്ച ചെയ്ത് തീരുമാനമെടുക്കട്ടെ എന്നും K സുധാകരൻ പറഞ്ഞു. നമസ്കാരം. നമസ്കാരം. KPCC അധ്യക്ഷനുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഉണ്ടാവുമെന്ന് പിന്നെ എന്ത് ചർച്ചയാണ് നടത്താൻ പോകുന്നത്? സിനിമ കാണാൻ വന്നതാ? ആരെങ്കിലും അങ്ങനെ സജസ്റ്റ് ചെയ്യുന്നുണ്ടോ സുധാകരൻ? അത് തീരുമാനിക്കേണ്ട ചർച്ചയിലാണ്. അല്ല, നിലവിൽ ഇപ്പം ബെന്നി ബേനാന്റെ പേരുണ്ട്, അങ്ങനെ പലരുടെയും പേര്, എല്ലാവരുടെ പേരുണ്ട്. ഒരാളെ പേരുണ്ട്. തീരുമാനിക്കുന്ന ഇവിടെയല്ലേ? ഒരാളും രണ്ടാളും മൂന്നാളും നല്ല കൊള്ളാവുന്ന 10-30 നേതാക്കന്മാർ കോൺഗ്രസിന്റെ അകത്തുണ്ട്. കഴിവുള്ളവർ, പ്രാപ്തരായ ആളുകൾ, വിശ്വസ്തരായ ആളുകൾ. അവരിൽ ഏതെങ്കിലും ഒരാളെ തെരഞ്ഞെടുക്കും. അങ്ങനത്തെ ഒരു അയോഗ്യതയും ഇല്ല. വ്യക്തിഗത അയോഗ്യതയൊന്നും അങ്ങനെ കാണിക്കുന്നില്ല. അതിനേക്കാൾ നന്നായി നടത്തേണ്ട കഴിവുള്ള പ്രാപ്തിയുള്ള ആളുകൾ ഈ പാർട്ടിക്കകത്തുണ്ട്. ഈ ഇത് നോക്കത്താ നിങ്ങളോട് പറയാ. നിങ്ങളുടെ പേരൊന്നും പറയില്ല. മുഖ്യമന്ത്രിയും KC വേണുഗോപാലും വസതിയിൽ ഒരു കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അവർ കണ്ടുകൊണ്ടത് നേതാക്കന്മാർ തമ്മിൽ കാണൂലേ? ഞാൻ എത്ര എവിടെ കണ്ടു. അതുകൊണ്ടെന്താ ആരൊക്കെ അനക്ക് തന്നെ എന്റെ പിന്തുണ എനിക്ക് കഴിച്ചിട്ടേ ബാക്കിയുള്ളൂ. നോബൽ മാരിക്കാരൻ വിവരങ്ങളുമായി ചേരുകയാണ്. നോബൽ, K സുധാകരൻ പറയുന്നത് എന്റെ പിന്തുണ എനിക്ക് കഴിച്ചിട്ടേ മറ്റുള്ളവർക്കുള്ളൂ എന്നതാണ്. എല്ലാ നേതാക്കൾക്കും ചില താല്പര്യങ്ങളുണ്ട്. ഡൽഹി കേന്ദ്രീകരിച്ച് വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട്. ദേശീയ സാഹചര്യത്തിലേക്ക് വരാം. അതിനു മുമ്പ് KPCC അധ്യക്ഷ പദവിയുമായി ബന്ധപ്പെട്ട് ആരാകണം ആ പദവിയിലേക്ക് എത്തുന്നതുമായി ബന്ധപ്പെട്ട് ദില്ലി കേന്ദ്രീകരിച്ച് നടക്കുന്ന ചർച്ചകൾ എങ്ങനെയാണ് നിലവിൽ? മാധു, ഇന്നിപ്പോൾ കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി പ്രവർത്തക സമിതി യോഗം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ യോഗത്തിന് ശേഷം VD സതീശൻ മല്ലികാർജ്ജുന ഖാർഗെയും രാഹുൽ ഗാന്ധിയുമായി ഒരു കൂടിക്കാഴ്ച നടത്തും എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ആ ചർച്ചയിൽ കേരളത്തിലെ KPCC അധ്യക്ഷനുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ചർച്ചകളിലേക്ക് പോകും എന്ന് മനസ്സിലാക്കുന്നു. പ്രത്യേക പേരുകളിലേക്ക് ഇന്ന് ചർച്ച നീണ്ടുപോകാനുള്ള സാധ്യത ഏതാണെന്ന് കാണാൻ കഴിയുന്നില്ല. ഒരു പ്രാഥമികമായി ചർച്ച തുടങ്ങി വെക്കുക എന്നാണ് ഹൈക്കമാൻഡ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത വർഷം നേതാക്കളെ വീണ്ടും അടുത്ത ദിവസം ഒരുപക്ഷെ ഓണത്തിന് ശേഷമോ അല്ലെങ്കിൽ ഓണത്തിന് മുൻപുമായി നേതാക്കളെ മുഴുവൻ ദില്ലിയിലേക്ക് വിളിപ്പിച്ച് വിശദമായ ചർച്ച ഇക്കാര്യത്തിൽ നടത്തി ഒരു സമവായം ഉണ്ടാക്കി തർക്കങ്ങളില്ലാതെ ഒരു KPCC അധ്യക്ഷനെ പ്രഖ്യാപിക്കുക എന്നാണ് ഇതിൽ ഹൈക്കമാൻഡ് ലക്ഷ്യം വെക്കുന്നത്. നേരത്തെ നമുക്കറിയാം, മുഖ്യമന്ത്രി ചർച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറെ ദിവസം ചർച്ച നീണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. നേതാക്കളെ ദില്ലിക്കൊക്കെ വിളിപ്പിച്ച് വലിയ തരത്തിൽ ചർച്ചയിൽ ഒരു സമവായം ഉണ്ടാക്കിയാണ് VD സതീശനെ പ്രഖ്യാപിച്ചത്. അതേ രീതി തന്നെ KPCC അധ്യക്ഷ കാര്യത്തിലും വേണ്ടി വരും എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം പല നേതാക്കൾ രംഗത്തുണ്ട്, പ്രത്യേകിച്ച് MP മാർ. അതിപ്പോൾ ഷാഫി പറമ്പാകട്ടെ, അല്ലെങ്കിൽ ബെന്നി ബേനാകട്ടെ, കൊടിക്കുന്നിൽ സുരേഷ് ആകട്ടെ, അങ്ങനെ ആന്റോ ആന്റണി, ജോസഫ് പാലക്കൻ, അതോടൊപ്പം തന്നെ മാത്യു കൊയിലാണ്ട് അടക്കമുള്ള ആളുകളൊക്കെ നിലവിൽ KPCC അധ്യക്ഷ സ്ഥാനത്തിന് വേണ്ടി രംഗത്തുണ്ട്. അതുകൊണ്ട് ഒന്നിലധികം പേരുകൾ ഉള്ളതുകൊണ്ട് ഒരു സമവായത്തേക്ക് എത്തിക്കുക എന്നാണ് ഹൈക്കമാൻഡ് ലക്ഷ്യം വെക്കുന്നത്. പക്ഷേ KC വേണുഗോപാൽ പറയുന്ന പേരിന് ഒരു പ്രഥമ പരിഗണന ലഭിക്കും എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇന്നിപ്പോൾ K സുധാകരൻ വളരെ അദ്ദേഹത്തിൻ്റെതായ ശൈലിയിൽ അല്പം ഹാസ്യമൊക്കെ ചേർത്ത് വളരെ ലഘൂകരിച്ചത് പറഞ്ഞെങ്കിൽ പോലും അത്ര ലഘൂകരിച്ച് തീർക്കേണ്ട ഒരു പ്രശ്നമല്ല ഇപ്പോൾ ഹൈക്കമാൻഡിനെ സംബന്ധിച്ച് കേരളത്തിലെ KPCC അധ്യക്ഷന്റെ കാര്യം എന്ന് പറയുന്നത്. കാരണം പാർട്ടി അധികാരത്തിൽ വന്ന്, കോൺഗ്രസ് അധികാരത്തിൽ വന്ന് 3 മാസം ആയിരിക്കുന്നു. പുതിയ അധ്യക്ഷൻ വരാത്തതുകൊണ്ട് തന്നെ പാർട്ടിയും സർക്കാരും തമ്മിലുള്ള ഏകോപനം അടക്കമുള്ള കാര്യങ്ങൾ നടക്കാത്ത പശ്ചാത്തലമുണ്ട്. അതുകൊണ്ട് എത്രയും വേഗം അധ്യക്ഷനെ പ്രഖ്യാപിക്കുക എന്ന് തന്നെയാണ് ഹൈക്കമാൻഡ് ലക്ഷ്യം വെക്കുന്നത്. എന്താണെങ്കിലും ഇന്നിപ്പോൾ നിലവിൽ ഉച്ചയോടെ KC വേണുഗോപാലുമായി VD സതീശൻ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുന ഖാർഗെയുമായുള്ള കൂടിക്കാഴ്ച. ദേശീയ സാഹചര്യം തികച്ചും വ്യത്യസ്തമാണ്, നമുക്കറിയാവുന്നതാണ്. ഈ CJP പ്രതിഷേധത്തിനൊക്കെ ശേഷം കോൺഗ്രസിന് പുതിയ തരത്തിലുള്ള രാഷ്ട്രീയ സാഹചര്യം വേണ്ടതുണ്ട് എന്ന്, പുതിയ രാഷ്ട്രീയ നയം വേണ്ടതുണ്ട് എന്ന് മല്ലികാർജ്ജുന ഖാർഗെയുടെയൊക്കെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ്. കൂടുതൽ ആശയവിനിമയം യുവാക്കളുമായി വേണ്ടതുണ്ട് എന്ന് അദ്ദേഹം വ്യക്തമാക്കി പറയുന്ന സാഹചര്യമുണ്ട്. കഴിഞ്ഞ ദിവസം നമുക്കറിയാം, സ്വാതന്ത്ര്യ ദിനവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ പ്രശ്നങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് PCCകളുമായി കോൺഗ്രസ് നടത്തിയ ആശയവിനിമയം, ഈ കാര്യങ്ങളെല്ലാം ഉണ്ട്. 2029 തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് BJP നടപടിക്രമങ്ങൾ മുന്നോട്ട് പോകുന്നു എന്ന കാര്യം കൂടിയുണ്ട്. ഇപ്പോൾ കോൺഗ്രസിന് വലിയൊരു ഒരുക്കത്തിന് തുടക്കം കൂടിയാണ്. മാധു, തീർച്ചയായും പ്രവർത്തക സമിതി നിലവിലത്തെ രാഷ്ട്രീയ സാഹചര്യമാണ് ചർച്ച ചെയ്യുന്നത്. രാഷ്ട്രീയ സാഹചര്യം എന്ന് പറയുമ്പോൾ യുവാക്കൾക്ക് എതിരായ കേന്ദ്ര സർക്കാരിന്റെ പോലീസ് നടപടി അടക്കമുള്ള വിഷയങ്ങളുണ്ട്. അതോടൊപ്പം യുവാക്കളുടെയും വിദ്യാർത്ഥികളുടെയും ഭാവി
പൂർണ്ണമായും കേന്ദ്ര സർക്കാർ തകർത്തു എന്ന് ഈ യോഗത്തിന്റെ ആമുഖത്തിൽ തന്നെ മല്ലികാർജ്ജുൻ ഖാർഗെ വ്യക്തമാക്കി. കുറ്റമറ്റ രീതിയിൽ ഇത്തരത്തിൽ വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും വേണ്ടിയുള്ള പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നടപടികൾ അത് കോൺഗ്രസ് ശക്തമായി തന്നെ സ്വീകരിക്കും. അതിൽ തിരുത്തൽ നടപടികൾ കോൺഗ്രസിന്റെ ഭാഗത്ത് ഉണ്ടാകും. കൃത്യമായി തന്നെ സർക്കാരിനെ നേർവഴിക്ക് നടത്താൻ പോകുന്ന പ്രതിഷേധങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ കോൺഗ്രസ് നിശ്ചയിക്കും എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഒരു റോഡ് മാപ്പ് വരെ പ്രത്യേകിച്ച് വരും ദിവസങ്ങളിൽ നടത്തേണ്ട പ്രതിഷേധങ്ങളുടെയും മറ്റ് നടപടിക്രമങ്ങളുടെയൊക്കെ ഒരു ചർച്ച തന്നെ ഇന്നിപ്പോൾ പ്രവർത്തക സമിതിയിൽ നടക്കുന്നുണ്ട് എന്ന് അറിയാൻ കഴിയുന്നു. അതോടൊപ്പം തന്നെ സമീപകാലത്ത് പ്രത്യേകിച്ച് അടുത്ത വർഷം ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പാണ്, പഞ്ചാബും നിയമസഭാ തെരഞ്ഞെടുപ്പുകയാണ്. ഉത്തർപ്രദേശിനെ സംബന്ധിച്ച് നിലവിൽ അയോധ്യ രാമക്ഷേത്രത്തിലുള്ള ഒരു വലിയ സജീവമായ ചർച്ചാ വിഷയമാണ്. BJPക്കെതിരെ കൃത്യമായി തന്നെ ഉപയോഗിക്കാവുന്ന ഒരു ആയുധം ആയതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ശക്തമായ അന്വേഷണവും മറ്റ് പ്രതിഷേധങ്ങളും ഒക്കെ കോൺഗ്രസ് ആലോചിക്കുന്നുണ്ട്. ഒപ്പം അതിർത്തിയിൽ പ്രത്യേകിച്ച് ചൈനീസ് കടന്നുകയറ്റം അടക്കമുള്ള വിഷയത്തിൽ കേന്ദ്ര സർക്കാർ എടുക്കുന്ന നിലപാട് അത് പൂർണ്ണമായി സത്യസന്ധമല്ല എന്നാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് വിലയിരുത്തുന്നത്. അതിലൂടെ അടിസ്ഥാനത്തിൽ ആ വിഷയത്തിലും ഇപ്പോൾ എന്താണെങ്കിലും പ്രവർത്തക സമിതിയിൽ ചർച്ചകൾ നടക്കുന്നുണ്ട്. അതിനുശേഷം ഇന്നിപ്പോൾ 6:30 KC വേണുഗോപാലും ജയറാം രമേശും മാധ്യമങ്ങളെ കാണുന്നുണ്ട്. ഏത് തരത്തിലായിരിക്കും വരും ദിവസങ്ങളിലെ പ്രതിഷേധം എന്ന കാര്യത്തിൽ പ്രവർത്തക സമിതി യോഗത്തിന് ശേഷം വാർത്താ സമ്മേളന നേതാക്കൾ അറിയിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെതിരെ ശക്തമായ നിലപാട് പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്കെതിരായ പ്രതിഷേധത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ രാജിയാണ് നേരത്തെ രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ ആവശ്യപ്പെട്ടത്. ആ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് വലിയ പ്രതിഷേധങ്ങൾ പ്രത്യക്ഷ സമരങ്ങളൊക്കെ എന്താണെങ്കിലും ഇപ്പോൾ ആഹ്വാനം ചെയ്യുന്നുണ്ട്. അതിന്റെയൊക്കെ ഒരു ഷെഡ്യൂൾ എന്താണെങ്കിലും അല്പസമയത്ത് നമുക്ക് ലഭിക്കും എന്നാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും KC വേണുഗോപാലും VD സതീശനുമായ ഒരു കൂടിക്കാഴ്ച അവിടെ നടന്നിരിക്കുന്നു. KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് ആര് വരുമെന്നത് സംബന്ധിച്ച തിരക്കിട്ട ചർച്ചകൾ നടക്കുന്ന സമയം കൂടിയാണ്. ദേശീയ രാഷ്ട്രീയ സാഹചര്യം മാറി മറിയുന്ന ദേശീയ രാഷ്ട്രീയ സാഹചര്യത്തിനനുസരിച്ചുള്ള മുന്നോട്ടുപോക്കലിനും കോൺഗ്രസിൽ കളമൊരുങ്ങുന്നു.